സിജോ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ റോക്കി ബൈയെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കൂടുതലൊന്നും എഴുതിയൊന്നും പിടിപ്പിച്ച് കളയാതെ, ഞാൻ നിങ്ങളുടെ അടുത്ത് തെറ്റ് പറഞ്ഞൊന്നുമില്ല. നന്മമരം ഉള്ളി വെച്ച് കളിച്ചാണ് പുറത്ത് വന്നപ്പോൾ അത്യാവശ്യം നൊന്നിട്ടുണ്ട് പുള്ളിക്കാരനേക്ക്. ഇനി ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് എന്തായാലും ഒരു ഇടിക്ക് ഇമാതിരി ഒരു പണിയായിപ്പോയി. സിജോയുടെ മൂക്കിടിച്ച് സിജോയുടെ താടി ഇടിച്ച് പരത്തി പാതി വെച്ചാൽ ഈ ചോദ്യം ചോദിക്കുന്ന വാഴകളെടുത്ത് ഞാൻ എന്തോ പറയാനാണ്. ഷാജിപ്പാപ്പൻ്റെ വീഡിയോക്കകത്ത് വന്നതാണ്. അതിനകത്ത് ചോദ്യം വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ. വളരെ ജെന്യൂനായിട്ട് ചോദിച്ച ഒരു ചോദ്യം. ചോദിക്കണം. മോനെ കിടന്നുരുളാതെ, അനക്ക് അവനുമായിട്ട് സൗഹൃദമൊന്നും പറ്റത്തില്ല. അവിടെ ഇത്രയും ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഡ്രാമയായിരുന്നെന്ന് ഏത് പട്ടിച്ചാത്തനും മനസ്സിലാക്കും. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. സിജോയ്ക്ക് തല്ല് കിട്ടിയത് കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളെ എടുത്ത് വെച്ച് മോശം പറഞ്ഞൊരു വൃത്തികെട്ട സാധനമാണ് ഈ ചെറുക്കൻ. നിങ്ങൾ അവൻ്റെ ടംനെയിൽ പോയി നോക്കുക. അവന് കുറേ പെണ്ണുങ്ങൾ സപ്പോർട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ അവന് കുറേ ഭയങ്കര സംഭവമാണെന്നോ ഒക്കെ തോന്നുന്നിടത്ത് ഒറ്റ വർത്തമാനം എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ക്യാരക്ടർ ലെസ് ആണ്. ആ ഒരു എഡ്യൂക്കേഷൻ ലെവൽ അവൻ്റെ ടൈം ലൈനിൽ കാണിച്ചിട്ടില്ല. ഒരുപാട് പേരെ നമ്മളൊരു വിഷയത്തിനെ എടുത്തു വെച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണം, അറിയണം, അവരുടെ പേഴ്സണാലിറ്റി ചോദ്യം ചെയ്യണം. അതുമാത്രമല്ല, അവരെ പറ്റി കൂടുതൽ ഇൻഡെപ്തിൽ അറിഞ്ഞ ശേഷം മാത്രം അവരെ എടുത്തു വെച്ച് നമ്മൾ പറയുക. അല്ല പബ്ലിക്കിൽ ഒരിടത്ത് ഒരാൾ പറഞ്ഞു എന്നാൽ ഞാനും അങ്ങോട്ട് പറയട്ടെ, എങ്ങനെയല്ല. പിന്നെ ഏറ്റവും കൂടുതൽ തുണ്ട് രീതിയാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് വിവരിച്ച് തള്ളിയിട്ടുള്ളത്. ഇത്രയധികം തുണ്ട് വിവരണം നടത്തിയിട്ട് പറയണത് ക്രൈം സ്റ്റോറിയാണ്. നിങ്ങളത് എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു, അത് റോക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ശിവം അത്രയേ ഉള്ളൂ, വാങ്ങി പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയധികം ഉപദ്രവിച്ച ഒരാൾക്ക് പോട്ടെ, ക്ഷമിച്ചു, അയാൾ ഇങ്ങ് പോരട്ടെ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണെന്നറിയാം. അപ്പോൾ റസ്മിനുമായിട്ട് അവൾ കാണിക്കുന്ന ഇതേ ഗുൽക്കൂസാണ് ഇവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. റോക്കിക്ക് വളരെ മനസ്താപമുണ്ടായിരുന്നു. അയാൾ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അതോടെ എനിക്ക് റോക്കിയുടെ അടുത്തുള്ള വിലയും പോയി. കൊടുത്തെങ്കിൽ കൊടുത്തു, അത്ര തന്നെ. പിന്നെ കിടന്ന് കരഞ്ഞ് മേറിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഈ ഷോയിലേക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് സിജോയ്ക്ക് ഓൺലി ബിക്കോസ് ഈ അടി കൊണ്ടാണ്. ഈ അടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ഷോയിലേക്ക് പിന്നെ ഇയാൾക്ക് റീ എൻട്രി ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അടി കിട്ടി, ഇതുപോലെ ഒരു വലിയൊരു ഇഷ്യൂ ആയി, റെസ്റ്റ് വേണ്ടെടുത്ത് വീണ്ടും അവിടെ കിടന്ന് സർക്കസ് കാണിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രിവിലേജൊക്കെ അനുഭവിച്ച് ഈ ഷോയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ കുറേ പ്ലാനിങ്ങും ഒക്കെ നടത്തി പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അക്കിടി പറ്റിയെന്ന്. അപ്പോൾ അക്കിടി പറ്റിയപ്പോൾ ഇനിയിപ്പോൾ അയാൾ അല്ലെങ്കിൽ സുഹൃത്താണെങ്കിൽ സുഹൃത്തെന്നങ്ങ് പറഞ്ഞാൽ പോലെ, അത് പറയത്തില്ല. സുഹൃത്തല്ല, അവർ സൗഹൃദം ഉദ്ദേശിക്കുന്നുമില്ല. ഇത് സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ പിന്നെ അങ്ങനെയല്ലേ പറ്റും. നമ്മളൊരാൾ തല്ലി നമുക്ക് മറക്കുമോ? അതില്ല. പ്രത്യേകിച്ച് അടിച്ചിട്ട് അലവ് പൊട്ടിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കണ്ടു. ഇനി എത്ര ഓപ്പറേഷൻ ചെയ്താലാണ് ആ മുഖം ഒന്ന് നേരെയായി വരിക എന്നുള്ളത്. അത് നന്നായി ഒന്നും കുറച്ച് ദിവസങ്ങൾ ആ ബീം ബാഗിൽ കയറിയിരുന്നിട്ട് നാട്ടുകാരെ അമരാവതിക്ക് നിന്ന് നിർത്തി വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. നീ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തില്ല, തീർച്ചയായിട്ടും നീ ചെയ്യണോടാ മോനെ, നിനക്കതല്ലേ അറിയാവുള്ളൂ. എനിക്കും ഉണ്ട് ഒരു മകൻ, 26 വയസ്സുള്ളവർ. ആ മകൻ്റെ അമ്മയെ ഏറ്റവും മോശമായ രീതിയിൽ, ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെ നാട് വിട്ട് ഓടണമെന്നും നാട് വിട്ട് ഓടിക്കണമെന്നും പറഞ്ഞ വ്യക്തിയാണ്. എന്തിനാണെന്നറിയാമോ? കർശനമായും കണിശമായും നിലപാടോടുകൂടി പൊതുസമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ എടുത്തു പറയുകയും വിമർശിക്കുകയും ചെയ്തതിന് ഇസ്ലാമിയരുടെ സപ്പോർട്ട് കിട്ടുമെന്നുള്ള വ്യാജേന അതിന് വേണ്ടിയിട്ട് മാത്രം എന്നെ പറഞ്ഞ തെറുകി കണക്കും കഴിയില്ല. ഞാൻ റിപ്പോർട്ട് കൊടുത്ത ശേഷമാണ് ആളത് മുക്കിയത്. അല്ലെങ്കിൽ അതെടുത്ത് വെച്ച് കേട്ടാൽ ചത്ത് കിടക്കുന്ന ശവം പോലും എഴുന്നേറ്റ് ചെവിക്കലും ഉളക്കം ഒരെണ്ണം കൊടുക്കും. ഇവന് കിട്ടിയ അടി ഞാൻ കൊടുത്ത ഇനാമാണ്, അത് കർമ്മ കൊടുത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാൾക്ക് അടി കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആത്മാർത്ഥമായി ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു അടി റോക്കി കൊടുത്തുന്നത്. ഈ വിഷയത്തിൽ എനിക്ക് റോക്കിയോട് ഭയങ്കര സ്നേഹമാണ്, സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. ഇനി കൂടുതൽ ഡെക്കറേഷനും ആക്ടിങ്ങും ഒന്നും വേണ്ട കേട്ടാ പെടുപ്പം മുതലാളി. ജാരാണെന്ന് ലോകം മുഴുക കണ്ടേനും. ഇനി വേണമെങ്കിൽ നീ 1-2 വീഡിയോ ഇരുന്ന് അങ്ങോട്ട് തള്ളു. എന്നിട്ട്
പറയുന്ന രീതിയിൽ നമ്മൾ പറയുന്ന ആശയത്തിനെ പ്രത്യാശയം പറയുന്നതിന് പകരം ഞാൻ ദുബായിൽ സെക്സ് റാക്കറ്റായിരുന്നു എന്നും ഞാൻ ദുബായിൽ ഭയങ്കര അതാണ് ഞാൻ പറഞ്ഞ അന്വേഷണമില്ല. 22 വർഷത്തെ എൻ്റെ പ്രവാസത്തിനാണ് ഇവൻ ചോദ്യം ചെയ്തത്. 22 വർഷം പ്രവാസിയായി ജീവിച്ച എൻ്റെ വ്യക്തിത്വത്തിനെ ഇവൻ ചോദ്യം ചെയ്തു. എന്തെങ്കിലും തെളിവുണ്ടോ ഇവൻ്റെ കയ്യിൽ? ഒരു വാഴക്കയില്ല, ഒന്നുമില്ല. ഇതേ സാധനം എന്നെ മാത്രമല്ല, ഈ ജിനു ഗോപിയെ, ആ മനുഷ്യനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിന് അവൻ എക്സ് വൈഫിനെ വെച്ചിട്ട് എന്തോരം കേസുണ്ട്. എന്നിട്ട് എന്താണ് എക്സ്പ്ലനേഷൻ എന്നറിയുമോ? ഞങ്ങളൊക്കെ ക്രിമിനലുകളാണത്രേ. ഈ ഹൈക്കോടതിയിൽ ക്രിമിനൽ കേസ് അറ്റൻഡ് ചെയ്യുന്ന ക്രിമിനലുകളാണ് ഞങ്ങൾ എന്നാണ് അവൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. വായി തുറന്ന കള്ളം മാത്രം പറയുകയും സ്ത്രീകളെ അവഹേളിക്കുകയും ചെയ്യുന്നവൻ. വീട്ടിൽ അമ്മയുണ്ടെന്ന് ഓർക്കുക. അതേപോലെ കൂടെ കൂടിയിരിക്കുന്ന പെണ്ണെ അധിക ദിവസമൊന്നും ഇവൻ്റെ കൂടെ ഒട്ടി നിൽക്കണ്ട. ഇത് പട് സാധനമാണ്, അത് തെളിഞ്ഞോളും. കാലം നിനക്കത് മനസ്സിലാക്കി തരും. രക്ഷപ്പെടാൻ വഴിയുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. സ്ത്രീകളോട് യാതൊരു കൺസേണോ മാന്യതയോ വിലയോ വയ്ക്കാത്തൊരു വ്യക്തിത്വമാണ് ഇവൻ്റെത്. ഞങ്ങൾ എക്സ്പീരിയൻസ്ഡാണ്. ഒരു രീതിയിലും അവൻ്റെ ഒരു ചാനൽ എടുത്തു വയ്ക്കുക, അവനെ ഞാൻ എടുത്തു വെച്ച് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. അമ്മാതിരി എടുത്തു വെച്ച് മോശമല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. അതിന് അവന് കിട്ടിയ ഇനാമാണ് ബിഗ് ബോസ്. അതായത് എന്നെ എടുത്ത് വെച്ച് തെറി പറയാൻ വേണ്ടി ഈ സായി കൊടുത്ത കൊട്ടേഷൻ ഏറ്റെടുത്ത് എന്നെ എടുത്ത് വെച്ച് 3-4 വീഡിയോ ചെയ്ത് നശിപ്പിച്ച് നാരാങ്കല്ലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഇനാമായിട്ട് അവന് കിട്ടിയ, സമ്മാനമായിട്ട് അവന് കിട്ടിയതാണ് ബിഗ് ബോസ്. അവിടെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ സത്യത്തിന് എനിക്ക് നീതി നേടിത്തരാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് റോക്കി. അവൻ്റെ കൈക്ക് അത്രയും, ചുമ്മാ ഒരു കുത്തുമ്പോൾ ഇത്രയും കരുത്ത് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ കുത്ത്, അതിനകത്തുള്ള ആ ബലം, ആ ശക്തി, അത് കൊടുത്തത് എൻ്റെ കണ്ണുനീരാണ്. എൻ്റെ കണ്ണിൽ കൂടെ വന്ന രക്തത്തിൻ്റെ വാല്യൂ ആണ് അത്. ഇനിയും നിനക്കത് കിട്ടണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇടയ്ക്ക് നീ അതെടുത്ത് വെച്ച് ഒന്നും കൂടെ നീ കേട്ട് നോക്ക്. നീ എന്തായാലും പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ, നീ അതെടുത്ത് വെച്ച് ഒന്നും കൂടെ കേട്ട് നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും നീ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി. ഒരാളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടും ഇകഴ്ത്തിക്കൊണ്ടും നശിപ്പിച്ചുകൊണ്ടും നീ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നിൻ്റെ അമ്മയോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിൻ്റെ മകനെപ്പോലൊരു മകൻ എനിക്കുമുണ്ട്. എൻ്റെ കുഞ്ഞ് ഇതുപോലെ ആരെയും ഒന്നും ചെയ്യുന്നില്ല. ഇത് പേഴ്സണൽ ഇഷ്യൂ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തു വെച്ച് ചെയ്യുന്നത്. ഇവനെ കാണുമ്പോഴൊക്കെ എനിക്കൊരു കോമഡി പീസായിട്ടാണ് തോന്നുന്നത്. കോമഡി പീസ് തല്ലികൊള്ളി വന്ന് വയറ്റാളം അടിക്കുന്നത് കണ്ടില്ലേ? ഇനി ഇവൻ്റെ ഉള്ളിലൊരു കള്ളനെ കൂടെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എങ്ങനെയെന്നറിയാമോ? ഇനി അവൻ ഇതെടുത്ത് വെച്ചിട്ട് റോക്കിയെ പറ്റി കുറേ മോശം പറയും. ഇത്രയും ദിവസം പറഞ്ഞത് അവൻ നന്മമരമാണ്. പൂർവാധികം നന്മമരമായ ഞാൻ റോക്കിക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. മാപ്പല്ല, ഡപ്പ. കിട്ടുന്ന അവസരത്തിൽ റോക്കി കിട്ടവൻ പണിയാതിരുന്നാൽ മതി. റോക്കി നീ സൂക്ഷിച്ചോ, നിന്നെ അവൻ തട്ടും. അമ്മാതിരിയുള്ള കളിയാണ് ഇനി അവൻ കളിക്കാൻ പോണം. ഇതൊരു സൗഹൃദ കൂട്ടായ്മയല്ല, ഇതൊരു ക്രിമിനൽ കൂട്ടായ്മയാണ്. ഇവരുടെ സർക്കിൾ എന്താണെന്ന് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഇതിനകത്ത് എന്ത് വന്നാലും ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. എന്നെ അത്ര രീതിയിൽ അവഹേളിച്ച ഓരോ വ്യക്തിയും ചെവിയിൽ നിന്നുള്ളിക്കും. ജെന്യുവനായി ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളും, ഞാൻ അംഗീകരിക്കും, ഞാൻ തല താഴ്ത്തി പിടിക്കും. ഞാൻ ചെയ്ത തെറ്റിനാണ് നിങ്ങൾ എന്നെ പറഞ്ഞതെന്ന്. ഒരു കാര്യവുമില്ലാതെ വെറും പ്രൊഫഷണൽ ജലസിയുടെ പേരിൽ ഒരു വൃത്തികെട്ട റോക്കറ്റായ വാഴ സായിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത ചെയ്ത്ത് ഓരോ മനുഷ്യരും ഓർത്തു വെച്ചോളൂ. മറുപടി ഉണ്ടാവും. അത് ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ പറയുന്നതുമല്ല, ഒരു കാരണവശാലും ഞാനായിട്ട് നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്തതുമല്ല. പക്ഷെ നിങ്ങൾക്കത് കിട്ടണം. അങ്ങനെ കിട്ടിയാലേ നീതിയുള്ളൂ. ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക പോലുമില്ല. ഞാൻ ഇപ്പോൾ വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്കത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സംതൃപ്തിയാണ്. കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഇത്തവണത്തെ സീസൺ 6 എൻ്റെ കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ളത് എനിക്കങ്ങോട്ട് പൂർണ്ണ ബോധ്യമായി. ഇത്തിരി അധികം അഹങ്കാരം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. സന്തോഷം. കമൻറ്റിൽ വന്ന് മെഴുകിക്കോ. എൻ്റെ കൂട്ടരെ നീ പറഞ്ഞു വിടുമെന്ന് എനിക്ക് നല്ല ബോധമുണ്ടടാ. വാഴ റോക്കറ്റ് സായി, നീ പറഞ്ഞു വിടും. ഓൾ ദ ബെസ്റ്റ്. ഇതാണ് തിരിച്ചടി. ഇതിനെയാണ് തിരിച്ചടി എന്ന്. നീ ആരെ കയറി പിടിച്ചപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ജബീനാക്കിട്ട് താങ്ങി അനക്കിട്ട് യമകണ്ഠം പണി തന്നു. ഇത്രയേ ഉള്ളൂ. എഴുതി വെച്ചോ. മര്യാദയ്ക്ക് ജീവിക്കുന്ന, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന നിലപാടുള്ള വ്യക്തികളെ ഭയക്കണം. മനസ്സിലായോ? മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് മാത്രമല്ല കുടുംബമുള്ളത്, ഞങ്ങൾക്കുമുണ്ട് കുടുംബം. ഞങ്ങളെപ്പറ്റി പടുമോശം പറയുമ്പോൾ, വന്ന് തെറി വിളിക്കുമ്പോൾ തിരിച്ച് ഉമ്മാ മോനെ വാപ്പാ മോനെ എന്ന് വിളിക്കാനൊക്കത്തില്ല. ഇങ്ങോട്ട് എന്ത് തരുന്നോ അങ്ങോട്ടും അതേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് നല്ലത് പറഞ്ഞാൽ അങ്ങോട്ട് നല്ലത് പറയും. അതാണ് നിലപാട്. പിന്നെ ഒരു കള്ളത്തിൻ്റെ കൂടെയും നിന്നിട്ടില്ല, ഒരു മോശ പ്രവർത്തിക്കും കൂട്ടു നിന്നിട്ടില്ല, ഒരു രീതിയിലുള്ള ഒരു സാധനവും ഇല്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് വെച്ചത് കേട്ടാൽ തോന്നും ഈ ലോകത്ത്, അത് ഇവൻ സിജോ പറഞ്ഞത് കേൾക്കണ്ടായിരുന്നു, ഇന്ത്യയിൽ ഇതുപോലെ ഒരു വൃത്തികെട്ട സ്ത്രീയില്ല.
ഇവരെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തണം പാകിസ്ഥാനിലേക്ക്. ഇവൻ ആരോടായി പറയണേന്ന് ഓർത്ത് നോക്ക്. പാകിസ്ഥാനിലേക്ക് എന്നെ പറഞ്ഞു വിട്ടോളാൻ വയ്യാതിരിക്കണം. അതാണ് അതിന് ഞാൻ അങ്ങ് ശൂന്യാകാശത്തേക്ക് പറഞ്ഞു വിട്ടത്. എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ ഇനിയും വരട്ടെ, ഇനിയും വരണം. നാക്കായിരുന്നു ചവിട്ടി പിടിച്ച് ദൂരെ കളയേണ്ടിയിരുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ ആക്രമിക്കരുത് കേട്ടോ മനുഷ്യരെ, ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യരുത്. അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞതിന് നിനക്ക് കിട്ടിയ ഇനാമാണ് അത്. ഏത്? ബിഗ് ബോസിൽ പോയപ്പം ഞാൻ നിനക്ക് തന്നൊരു ഇനാമാണ് ഇപ്പം നിൻ്റെ വായിക്കാത്തുള്ളത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.